പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്വർഗഭോഗം അരുത് എന്നതിനെക്കുറിച്ചാണ്. യെശയ്യായുടെ പുസ്തകം 3:12. ഓ എൻ്റെ ജനമേ, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എൻ്റെ ജനം അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിരവധി വ്യക്തികൾ അത് കത്തുകളിലൂടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 1-2 പേരുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് തങ്കമ്മു ഫിലിപ്പ്. ഞാൻ തമിഴ്നാട്ടിലുള്ള നീലഗിരി മലകളിലെ ഗൂഡല്ലൂർ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ പതിവായി അഭിഷേകാഗ്നി പ്രോഗ്രാം കാണുന്നവരാണ്. എൻ്റെ ഭർത്താവ് മിസ്റ്റർ രാജു, 74 വയസ്സ് പ്രായം. ഏകദേശം 1.5 വർഷമായി കിഡ്നി രോഗനിമിത്തം കോയമ്പത്തൂരിലെ കോവൈ മെഡിക്കൽ സെൻറ്ററിൽ ഡോക്ടർ തോമസ് അലക്സാണ്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്. കഴിഞ്ഞ 1 മാസമായി കിഡ്നി പ്രോബ്ലം കൂടുകയും ഉടനെ തന്നെ ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും വേണമെന്ന് അവിടുത്തെ നെഫ്രോളജിസ്റ്റ് വിധി എഴുതി. കിഡ്നിയുടെ 15% മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് കിഡ്നി ഫൗണ്ടേഷൻ കോയമ്പത്തൂരിൽ പോയി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. അവിടെ ജൂൺ 1-ാം തീയതി എൻ്റെ ഭർത്താവിനെ എല്ലാ പരിശോധനകൾക്കും വിധേയമാക്കി. അതിനുശേഷം അവർ പറഞ്ഞു 15 ദിവസത്തിനകം തന്നെ ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റ് വേണം. കൂടാതെ രോഗി വളരെ ക്രിട്ടിക്കലായ സ്ഥിതിയിലാണെന്നും പറഞ്ഞു. മാത്രമല്ല എല്ലാ 3 ദിവസവും കൂടുമ്പോൾ വന്ന് ഡയാലിസിസ് ചെയ്യണമെന്നും പറഞ്ഞു. ഡയാലിസിസ് പോലെ ചെലവേറിയ ഈ ട്രീറ്റ്മെൻറ്റ് താങ്ങുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. കൂടാതെ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ നിന്ന് കോയമ്പത്തൂർ വന്ന്
മൂന്ന് ദിവസം കൂടുമ്പോൾ ഡയാലിസിസ് ചെയ്യാൻ ഞങ്ങൾക്ക് എളുപ്പമുള്ള കാര്യവുമല്ല. ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. വീട്ടിലിരുന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനയ്ക്ക് അന്ന് തന്നെ ഉത്തരമുണ്ടായി. എൻ്റെ ഭർത്താവിൻ്റെ രോഗം കുറഞ്ഞു. പിന്നീട് ഞങ്ങൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്തപ്പോൾ കിഡ്നി നോർമലാണെന്നും യാതൊരു കേടും കിഡ്നിക്കില്ലെന്നും ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ലെന്നും ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തു. അതനുസരിച്ച് ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ഈ ഗൂഡല്ലൂർ താമസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ അത്ഭുതത്തിന് കോടാനുകോടി നന്ദി സ്തുതിയും ദൈവത്തിന് അർപ്പിക്കുന്നു. ഹല്ലേലൂയ. 1.5 വർഷമായി കിഡ്നി രോഗ നിമിത്തം വളരെ ക്ലേശിച്ച് ഈ കഴിഞ്ഞ നാളുകളിൽ കിഡ്നി രോഗം മൂർച്ഛിച്ച് 15 ദിവസത്തിന് ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ രോഗി വളരെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്ന് ഉള്ള അവസ്ഥയിലെത്തിയ സ്ഥിതി. അപ്പോൾ അവർ യേശുവേ എന്ന് വിളിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് അവർ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൻ്റെ അത്യത്ഭുത ശക്തി ആ രോഗിയുടെ മേൽ വ്യാപരിച്ചു. 74 വയസ്സുള്ള മിസ്റ്റർ രാജു കിഡ്നി രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് കിഡ്നി നോർമലായി പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം. എൻ്റെ പേര് സജിത. വയനാട്ടിൽ നിന്നാണ് ഞാൻ എഴുതുന്നത്. ഞാൻ ഈ SSLC പരീക്ഷ എഴുതിയ വ്യക്തിയാണ്. എനിക്ക് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരീക്ഷയോടനുബന്ധിച്ചുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ഭാരപ്പെട്ടപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. പരീക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഈ പരീക്ഷയിൽ നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എൻ്റെ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി സാക്ഷ്യം പറയാം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും എനിക്ക് A+ ഗ്രേഡ് നൽകി എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. എല്ലാ വിഷയങ്ങൾക്കും A+ മാർക്ക് കൊടുത്ത് കർത്താവ് സജിതയെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവജനം ഒരുമിച്ച് കൂടി വചനം കേൾക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവജനം ഒരുമിച്ച് കൂടി ആരാധിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവജനം ഒന്നിച്ച് സ്തുതിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും സമൃദ്ധമായി കർത്താവ് ചൊരിയും. ഈ നിമിഷങ്ങളിൽ എല്ലാവരും കരങ്ങൾ ഉയർത്തി അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ സമൂഹത്തിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, ബാലികാബാലന്മാരുണ്ട്, യുവതി യുവാക്കന്മാരുണ്ട്, രോഗപീഠകളാൽ ക്ലേശിക്കുന്നവരുണ്ട്, ജീവിതത്തിലെ ഒരുപാട് മേഖലകൾ തകർച്ച അനുഭവിക്കുന്നവരുണ്ട്, കുടുംബ കലഹ നിമിത്തം സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ബിസിനസ് എല്ലാം തകർന്ന് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, കൃഷിനാശ നിമിത്തം മനപ്രയാസത്തിലിരിക്കുന്നവരുണ്ട്, ആത്മഹത്യാ ചിന്തയുടെ പീഡ അനുഭവിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മേൽഗതി കിട്ടാതെ അലയുന്നവരുണ്ട്. ഈ സമൂഹത്തിൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ കുറേ കാലങ്ങളായി എത്ര ചികിത്സിച്ചിട്ടും ഈ രോഗം മാറുന്നില്ല, ഇത് മാറുകയില്ല എന്ന് പറഞ്ഞ് കിടപ്പ് രോഗികളായി കിടക്കുന്ന അവസ്ഥയിലുള്ളവരുണ്ട്. എല്ലാവരും ഇപ്പോൾ കാര്യങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി ഓ ദൈവമേ, അങ്ങയുടെ വലതുകരം ഈ സമൂഹത്തിലേക്ക് നീട്ടണമേ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവിൻ്റെ ഉന്നത നാമം അയച്ച് ഓരോ രോഗികളെയും സൗഖ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നത നാമം അയച്ച് ഓരോ കൈക്കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമം അയച്ച് ബാലികാ ബാലന്മാരെയും യുവതി യുവാക്കന്മാരെയും അനുഗ്രഹിച്ച് തിന്മകളിൽ നിന്നും അന്ധകാരങ്ങളിൽ നിന്നും പൈശാചിക പീഡകളിൽ നിന്നും വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളും സമൂഹങ്ങളും വംശങ്ങളും ദേശങ്ങളും യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവവചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുഷ്ടാത്മ വ്യൂഹങ്ങളെയും നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്വർഗഭോഗം അരുത് എന്നതിനെ കുറിച്ചാണ്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 22-ാം തിരുലിഖിതം, സ്ത്രീയോടുകൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛതയാണ്. സ്ത്രീയോടുകൂടെ ശയിക്കുക, പുരുഷനോടുകൂടെ ശയിക്കുക, ആണുങ്ങളെ കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക, ഇത് മ്ലേച്ഛതയാണ് എന്ന് ദൈവമായ കർത്താവ് തൻ്റെ വിശുദ്ധ ലിഖിതത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഓരോ ദൈവ പൈതലും
ഇങ്ങനെയുള്ള ജഡത്തിൻ്റെ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ദൈവം തൻ്റെ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷൻ ചാനലുകളിലൂടെയും ഒരുപാട് അഭിമുഖങ്ങളിലൂടെയും ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴി അനേകം ദൈവമക്കളുടെ മനസ്സിൽ ഒരു അന്ധകാരം പടർന്നിരിക്കുകയാണ്. സ്വവർഗ അനുരാഗം കുഴപ്പമില്ല, സ്വവർഗഭോഗം ഒരു തെറ്റല്ല, ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ കുഴപ്പമില്ല, ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, യെശയ്യാ 3:12 പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഓ ദൈവജനമേ, ഓ എൻ്റെ ജനമേ, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു. എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് എൻ്റെ ജനം അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു. വിശുദ്ധ ലിഖിതം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ പറയുന്നതെല്ലാം ദൈവമായ കർത്താവിൻ്റെ മനസ്സിൻ്റെ ഇംഗിതങ്ങളാണ് എന്ന് ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുത്. നിയമങ്ങൾ ഉണ്ടാകാം, പ്രസ്താവനകൾ വരാം, അഭിപ്രായങ്ങൾ പലരും പറയും. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നാണ് ഒരു ദൈവ പൈതൽ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് വ്യക്തമായി നൽകുന്ന നിർദ്ദേശം യൂദാസ് ശ്ലീഹായുടെ ലേഖനത്തിലെ 23-ാമത്തെ തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദാസ് അപ്പോസ്തലൻ ലേഖനത്തിൽ ഒരധ്യായം മാത്രമേ ഉള്ളൂ. അതിൽ 23-ാമത്തെ തിരുലിഖിതം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: മാംസദാഹത്താൽ കളങ്കിതമായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്നും പരമായ കൂട്ടുകെട്ടുകളിൽ നമ്മൾ പിന്തിരിഞ്ഞ് അവരോട് കരുണ കാണിക്കണം. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. മാംസദാഹത്തിൻ്റെ അഗ്നിയിൽ ജ്വലിക്കുന്നവരെ അവരുടെ കൂട്ടത്തിൽ ചേർന്ന് വീണ്ടും അവരുടെ അഗ്നി ജ്വലിപ്പിക്കുക അല്ല ഒരു ദൈവ പൈതലിൻ്റെ ദൗത്യം. മാംസദാഹത്തിൻ്റെ അഗ്നിയിൽ ജ്വലിക്കുന്നവരെ ആ അഗ്നിയിൽ നിന്ന് പിടിച്ച് കയറ്റുവീൻ എന്ന് ദൈവമായ കർത്താവ് തൻ്റെ വചനങ്ങളിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എഫേസൂസ് ലേഖനത്തിൽ 5-ാം അധ്യായം അതിൽ 11-12 തിരുലിഖിതങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു: അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത്, മറിച്ച് അവയെ കുറ്റപ്പെടുത്തുവിൻ. അവർ രഹസ്യമായി ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമത്രേ. പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ധകാരത്തിൻ്റെ പ്രവർത്തികളിലേക്ക് പിന്തിരിയരുത് എന്ന് ദൈവം ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് താക്കീത് നൽകുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് സ്വർഗം ദൈവമക്കളോട് വെളിപ്പെടുത്തുന്നത്? സ്വവർഗഭോഗം എന്ന തിന്മയെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ നിരവധി ഭാഗത്ത് പ്രബോധനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രമേയം ഉൽപ്പത്തി പുസ്തകത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള തിരുലിഖിതങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ ലോത്തിൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു ചിത്രമാണ്, ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പട്ടണം, ലോത്തിൻ്റെ കുടുംബവും ജീവിച്ചിരുന്നത് സോദോം ഗൊമോറ പട്ടണങ്ങളിലാണ്. ആ പട്ടണത്തിൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് മ്ലേച്ഛന്മാരും ഒരുപാട് ദുർവൃത്തരും ഉണ്ടായിരുന്നു. ദുർവൃത്തി അഴിഞ്ഞാടിയിരുന്ന പട്ടണമാണ് സോദോം ഗൊമോറ പട്ടണങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ ഈ പട്ടണത്തിൻ്റെ മേൽ അഗ്നിയും ഗന്ധവും ഇറങ്ങി നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചത്. അതനുസരിച്ച് 2 ദൈവദൂതന്മാർ ലോത്തിനെ ആ പട്ടണത്തിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരു ദേശത്തേക്ക് നയിക്കാൻ വേണ്ടി നിയുക്തരായി. അങ്ങനെ 2 ദൈവദൂതന്മാർ സായാഹ്നമായപ്പോൾ ലോത്തിൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. ലോത്ത് അവരെ സാഷ്ടാംഗ പ്രണമിച്ച് സ്വീകരിച്ച് അതിഥികളായി ഭവനത്തിലേക്ക് കൊണ്ടുപോയി. ലോത്ത് അവരോട് കേണപേക്ഷിച്ചു, ഈ രാത്രി ഇവിടെ താമസിക്കണം, നേരം വെളുത്തിട്ടേ പോകാവൂ. അങ്ങനെ ലോത്ത് ആ 2 ദൈവദൂതന്മാരെ ഭവനത്തിൽ അതിഥികളായി സ്വീകരിച്ചു. അവർക്ക് അപ്പവും പാനീയവും വിളമ്പി. അങ്ങനെ രാത്രി ഭക്ഷണം എല്ലാം കഴിഞ്ഞ് അവരങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിടക്കാറായി. അപ്പോൾ ഇതാ
വീടിൻ്റെ ചുറ്റുവട്ടത്തുനിന്ന് ഭയങ്കരമായ മുറവിളിയും ഭയങ്കരമായ അട്ടഹാസങ്ങളും ബഹളങ്ങളും. എന്താണ് സംഭവം? ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന ഇങ്ങനെയാണ്: അവർ കിടക്കും മുമ്പേ സൊദോം നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. 1-2 ചെറുപ്പക്കാരാണെന്ന് തെറ്റിദ്ധരിക്കരുത്, 1-2 പാപികളാണെന്ന് തെറ്റിദ്ധരിക്കരുത്. യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് വീട് വളഞ്ഞു. ചിന്തിച്ചു നോക്കാം ഭവനത്തിൻ്റെ ഒരു അന്തരീക്ഷം. അവർ വാതിൽക്കെ തട്ടി വിളിച്ച്. ലോത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് ചെന്നു. ലോത്ത് അവരുടെ ഇടയിൽ അകപ്പെട്ടു. അവർ ലോത്തിനോട് ഭയങ്കരമായി ആക്രോശിക്കുകയാണ്. അവർ പറഞ്ഞു, നിന്റെ അടുക്കൽ വന്നവരെവിടെ? ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിന് അവരെ പുറത്തേക്ക് വിടുക. നോക്കുക, ഈ പട്ടണവാസികൾ എന്താണ് ഈ നീതിമാനോട് ആവശ്യപ്പെടുന്നത്? ഇവിടെ അതിഥികളിൽ വന്ന 2 പുരുഷന്മാരുണ്ട്, ആ 2 പുരുഷന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരിക. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇത്രയും പരസ്യമായൊരു പാപത്തിന് വേണ്ടി ഇതാ മുറവിളി കൂട്ടുകയാണ്. ഒരുപക്ഷെ അവിടുത്തെ നിയമവ്യവസ്ഥകളും അവിടുത്തെ ഭരണാധികാരികളും അവിടുത്തെ ന്യായപാലകന്മാരും എല്ലാവരും ഇതിന് സപ്പോർട്ടായിരുന്ന ഒരു അന്തരീക്ഷമായിരിക്കാം ദേശത്തും രാജ്യത്തും ഉണ്ടായിരുന്നത്. ഈ സ്വർഗഭാഗം ഒരു പാപമായി കണക്കാക്കാത്ത ഭരണാധികാരികളും നിയമജ്ഞന്മാരും ആയിരുന്നിരിക്കാം ഒരു പക്ഷേ ആ ദേശത്ത് അന്ന് വിരാജിച്ചു കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇത്രയും പരസ്യമായി ഒരു ഭവനത്തിൽ വന്ന് ഇങ്ങനെ മുറവിളി കൂട്ടുമോ? അതോ 1, 2, 10, 20 പേരല്ല, യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഒരു പബ്ലിക്കായ ഒരാക്രമണം. ലോത്ത് അവരോട് താണു വീണ് പറഞ്ഞു, അവർ എൻ്റെ അതിഥികളാണ്, ഞാൻ എങ്ങനെ അവരെ വിട്ടുതരും? ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് സഹോദരന്മാരെ യാചിക്കുന്നു. ആ നീതിബോധമുള്ള ലോത്തിൻ്റെ മനസ്സ് വേദനിച്ച് ലോത്ത് പറഞ്ഞു, പുരുഷന്മാർ സ്ത്രീകളുമായിട്ടല്ലേ പാപം ചെയ്യുന്നത്, എന്നാൽ ഇതാ പുരുഷന്മാരുമായിട്ട് പാപം ചെയ്യാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. ആ നീതിബോധമുള്ള ലോത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ട് പറഞ്ഞു, നോ 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 നോ, ഒരിക്കലും പാടില്ല, ഇത്തരം മ്ലേച്ഛത കാട്ടരുതേ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ? ഇതുങ്ങളെല്ലാം കാട്ടുപോത്ത് സൈസ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാ ലോത്തിനെ പിടിച്ച് തള്ളി മാറ്റിയിട്ടിട്ട് അടുത്ത വചനം പറഞ്ഞ എങ്ങനെയാണ്? ഉൽപ്പത്തി 19-ാം അധ്യായം അതിൽ 9-ാം തിരുലിഖിതം: നീ മാറി നിൽക്കൂ, അവർ അട്ടഹസിച്ചു, പരദേശിയായി വന്നവൻ ന്യായം വിധിക്കാൻ വരുന്നു, അവരോടെന്നതിനേക്കാൾ മോശമായി ഞാൻ നിങ്ങളോടും പെരുമാറുമെന്ന് പറഞ്ഞ് അവർ ലോത്തിനെ ശക്തിയായി ഉന്തി തള്ളി നിലത്തേക്ക് മറിച്ചിട്ട് ലോത്തിനെ അവർ ശക്തിയായി തള്ളി മാറ്റി വലിച്ചെറിഞ്ഞ്, എന്നിട്ട് ഈ പുരുഷാരം മുഴുവൻ ആ വാതിൽക്കൽ കടന്ന് അട്ടഹസിക്കുകയും ആ വാതിൽ തല്ലിപ്പൊളിച്ച് ആ 2 പുരുഷന്മാരെ ആ ഭവനത്തിൽ നിന്ന് വലിച്ചിറക്കാൻ വേണ്ടി വ്യഗ്രത കാട്ടുകയും. ചിന്തിച്ചു നോക്കുക, പാപത്തിൻ്റെ വെറിക്കൂത്ത് മൂത്ത് കാമഭ്രാന്ത് പിടിച്ച് മത്ത് പിടിച്ച ഒരു ജനം. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല, അത്രമാത്രം ഭ്രാന്തമായ ഒരു ജനം. അങ്ങനെ അവർ അട്ടഹസിക്കുകയും തല്ലിപ്പൊളിക്കുകയും ചെയ്ത് വാതിൽ തല്ലിപ്പൊളിച്ച പുരുഷന്മാരെ പുറത്തേക്ക് ഇറക്കി പാപം ചെയ്യാൻ വേണ്ടി അവർ വെമ്പൽ കൊള്ളുകയാണ്. അവിടെ സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്, അതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല, അവർ ആഗ്രഹിക്കുന്നുമില്ല. അവർക്ക് പുരുഷന്മാരുമായിട്ട് പാപം ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം ദൈവദൂതന്മാർക്ക് മനസ്സിലായി ഇവരുടെ കാമവെറി ശമിപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ല, കൈപ്രയോഗം തന്നെ ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ ആ ദൈവദൂതന്മാർ വന്ന് വാതിൽ തുറന്ന് ലോത്തിനെ പിടിച്ച് ലോത്തിനെ എടുത്ത് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ കാമവെറി മൂത്ത ഈ കാമഭ്രാന്തന്മാരുടെ കണ്ണുകളെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ ആ ദൂതന്മാർ വാതിൽ അടച്ചു. എന്നാൽ ഈ കാമവെറി കൊണ്ട ഈ കാമവെറിയന്മാരാകട്ടെ അവര് പിന്തിരിഞ്ഞു പോവുകയല്ല ചെയ്തത്. പിന്നെയോ ഇങ്ങനെ കണ്ണുപൊട്ടി അന്ധരായിട്ടും അവർ പിന്നെയും ലോത്തിന്റെ വാതിൽ എവിടെയും തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക അവരുടെ മനസ്സിൻ്റെ ഒരു സ്ഥിതി. അതാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ തുടർന്നുള്ള വാക്യങ്ങൾ. വാതിൽ തല്ലിപ്പൊളിക്കാൻ വേണ്ടി അവർ മുന്നോട്ടാഞ്ഞു. ലോത്തിന്റെ അതിഥികൾ കൈ നീട്ടി അവനെ വലിച്ച് വീട്ടിനുള്ളിലാക്കിയിട്ട് വാതിൽ അടച്ചു. വാതിൽക്കുണ്ടായിരുന്നവരെയെല്ലാം അവർ അന്ധരാക്കി. അവർ വാതിൽ തപ്പിത്തടഞ്ഞ് അലഞ്ഞുകൊണ്ടിരുന്നു.
അവർ വാതിൽ തപ്പിത്തടഞ്ഞ് അലഞ്ഞുകൊണ്ടിരുന്നു. അവർ പിന്തിരിഞ്ഞില്ല, അവർ മടങ്ങിപ്പോയില്ല. അവർ പിന്നെയും ഈ പൊട്ടിയ കണ്ണുമായിട്ട് ഈ അന്ധമായ അവസ്ഥയിൽ പിന്നെയും അവർ തപ്പിത്തടഞ്ഞ് ഈ വാതിലെവിടെ എന്ന് പറഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം നികൃഷ്ടമായൊരവസ്ഥയിലേക്ക് അവർ നിപതിച്ചു. ദൈവം ഈ പാപത്തെ അംഗീകരിച്ചിട്ടില്ല. നീതിബോധമുള്ള ലോത്തിന്റെ മനസ്സ് ഈ പാപത്തെ അംഗീകരിച്ചില്ല. ദൈവദൂതന്മാർ ഈ പാപത്തെ അംഗീകരിച്ചിട്ടില്ല. സ്വർഗം ഈ പാപത്തെ അംഗീകരിക്കുന്നില്ല. ഈ ലോകത്തിൽ ആരൊക്കെ ഈ പാപത്തെ അംഗീകരിച്ചാലും, ഏതൊക്കെ ഭരണാധിപന്മാർ ഈ പാപത്തെ അംഗീകരിച്ചാലും, ഏതൊക്കെ രാജ്യങ്ങൾ ഈ പാപത്തെ അംഗീകരിച്ചാലും, ഈ ലോകം മുഴുവൻ ഈ പാപത്തെ അംഗീകരിച്ചാലും ശരി, ഇതാ ദൈവ പൈതലേ, ഞാനും നീയും അറിയേണ്ട ഒരു രഹസ്യം ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. സ്വർഗം ഈ പാപത്തെ പാപമായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ദൈവം ഈ പാപത്തെ അംഗീകരിച്ചിട്ടില്ല. ദൈവവചനം ഈ പാപത്തെ അംഗീകരിച്ചിട്ടില്ല. സഭ ഈ പാപത്തെ അംഗീകരിച്ചിട്ടില്ല. ഇതാണ് ഈ പാപത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സ്. ഇത് മ്ലേച്ഛതയാണ്, ഇത് ദുർവൃത്തിയാണ്, ഇത് ജഡത്തിൻ്റെ ദുർമോഹമാണ്, ഇത് ചെയ്യരുത് എന്ന് തന്നെയാണ് ദൈവം ഈ കാലഘട്ടത്തിലും ഓരോ മകനോടും ഓരോ മകളോടും ആവശ്യപ്പെടുന്നത്. ലേവ്യർ 18:22 സ്ത്രീയോടുകൂടെ സഹിക്കരുത്, അത് മ്ലേച്ഛതയാണ്. പുരുഷനോടുകൂടെ സഹിക്കരുത്, അത് മ്ലേച്ഛതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 7-8 തിരുലിഖിതങ്ങൾ, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല, മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ സ്വന്തം ജഡത്തിൽ നിന്ന് നാശത്തെ കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 19-ാം തിരുലിഖിതം, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൽ 19-20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, ഇങ്ങനെ പോകുന്ന ജഡമോഹങ്ങൾ. ഈ സ്വർഗഭോഗം എന്നത് ദുർവൃത്തി ഗണത്തിൽപ്പെടുന്നൊരു പാപമാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യെശയ്യായുടെ പുസ്തകം അതിൽ 50-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുലിഖിതത്തിൽ ദൈവം ദൈവമക്കളെ പഠിപ്പിക്കുന്നൊരു പ്രബോധനമുണ്ട്. യെശയ്യ 50:11, തീ കൊളുത്തുകയും തീക്കൊള്ളി മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീക്കൊള്ളിയുടെ വെളിച്ചത്തിൽ സഞ്ചരിച്ചു കൊള്ളുവിൻ. ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പീഡനമേറ്റു തകർന്നു കിടക്കും. തീ കൊളുത്തുകയും തീക്കൊള്ളി മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ നടന്നുകൊള്ളുവിൻ. നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും. ഇതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ഓഹരി. ദൈവം വിശുദ്ധ ലേഖനം വെളിപ്പെടുത്തുകയാണ്. ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിന് അടിത്തറയായി ദൈവവചനം നൽകിയിട്ടുണ്ട്. ദൈവിക പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. തിരുസഭയുടെ പ്രബോധനങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ അയച്ച് ആന്തരികമായ ഉത്തേജനങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ വെളിച്ചത്തിൻ്റെ, നിത്യമായ വെളിച്ചത്തിൻ്റെ വഴിവിട്ട് സ്വന്തം തീ കൊളുത്തുകയും തീക്കൊള്ളി മിന്നിക്കുകയും ചെയ്യുന്നവരെ, നിങ്ങൾ കൊളുത്തിയ തീയുടെയും മിന്നിച്ച തീക്കൊള്ളിയുടെയും പ്രകാശത്തിൽ നടന്നുകൊള്ളുവിൻ. നിങ്ങൾ പീഡനമേറ്റ് തളർന്നു കിടക്കും. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം. ദൈവത്തിൻ്റെ വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 14:22 പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ജ്ഞാനം 14:22, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ വലിയ തിന്മകളെ സമാധാനം എന്ന് വിളിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ തിരുലിഖിത വഴിവിട്ട് ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, സ്വന്തം ജഡത്തിൻ്റെ ഇച്ഛകളനുസരിച്ച് വ്യാപരിക്കുന്ന, ജഡത്തിൻ്റെ വെറിക്കൂത്തുകളിൽ മുഴുകുന്ന ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് വിടുവിക്കണമേ.
ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളുടെ മേൽ തിന്മയുടെ സ്വാധീനം വന്നിട്ടുണ്ടെങ്കിൽ, സ്വർഗഭോഗത്തിനുള്ള ആഗ്രഹമോ സ്വർഗഭോഗത്തിൻ്റെ അനുഭവമോ സ്വർഗഭോഗത്തിലേക്കുള്ള ഒരു ചാച്ചലോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു പാപമായി കണക്കാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് എതിരായ ഒരു ജഡമോഹമായി കണക്കാക്കി ആ ജഡമോഹത്തെ അതിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദൂരെ അകറ്റി വിശുദ്ധീകരിക്കപ്പെടാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡമോഹത്തിൻ്റെ അരൂപികളെ ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. സ്വർഗഭോഗത്തിൻ്റെയും സ്വയംഭോഗത്തിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും വേശ്യാവൃത്തിയുടെയും ദുർവൃത്തിയുടെയും അരൂപികളെ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും കുടുംബ സാഹചര്യങ്ങളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഈ പാപത്തിൻ്റെ ദുരാത്മാക്കൾ വിട്ടുമാറി പോകട്ടെ. ദൈവമക്കളെ പീഡിപ്പിക്കുകയും കാലാകാലം അടിമപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന അരൂപികളെ, ശക്തികളെ നസ്രായന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ദൈവമക്കളെയും കുടുംബങ്ങളെയും ദേശങ്ങളെയും വിട്ടുമാറി പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബാംഗങ്ങളെയും ദേശത്തെയും വിപരീതമായി സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ എല്ലാ കോട്ടകളും തകരാനും പാപം വളർത്തുന്ന എല്ലാ സംഘങ്ങളും കോട്ടകളും ഛിന്നഭിന്നമാകാനും കരങ്ങൾ ഉയർത്തി എല്ലാവരും കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അത്ഭുതകരമായ ശക്തി വ്യാപരിച്ച് അങ്ങയുടെ തിരുശരീരത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ ശക്തി വ്യാപരിച്ച് ഒത്തിരി കാലങ്ങളായി പാപം അടിമപ്പെടുത്തി വച്ചിരിക്കുന്നവരെയും പാപം വളർത്തുന്ന കോട്ടകളെയും പാപം വളർത്തുന്ന സംഘങ്ങളെയും കൂട്ടുകെട്ടുകളെല്ലാം ഛിന്നഭിന്നമാക്കണമേ. അത്ഭുതകരമായി വിടുതൽ ദൈവജനത്തിന് നൽകണമേ കർത്താവേ. ഈ പാപത്തിനൊരു മോചനമില്ലല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഓരോ മകനിൽ നിന്നും സ്വർഗഭോഗത്തിൻ്റെ തിന്മകളും അതിൻ്റെ സ്വാധീനങ്ങളും അരൂപികളും നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ